അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമുക്കൊരു പരീക്ഷ എഴുതി നോക്കാം. ദുൽഖഅദ മാസത്തിലെ പരീക്ഷയാണ് എഴുതാൻ പോകുന്നത്. എല്ലാ വിഷയവും നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് പരീക്ഷ എഴുതാം. മാർക്കുകൾ ഗ്രൂപ്പിൽ ഒരു പേഴ്സണലായിട്ട് അറിയിക്കാം. ദുൽഖഅദ മാസത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫിഖിൽ 5 പാഠം, അഖീദയിൽ 2 പാഠം, അഖ്ലാഖിൽ 2 പാഠം, തജ്വീദിൽ 3 പാഠം, താരീഖിൽ 2 പാഠം, ലിസാൻ ഖുർആനിൽ 2 പാഠം. ഇത്രയും പാഠങ്ങൾ നന്നായി പഠിച്ചതിന് ശേഷം പരീക്ഷ എഴുതാം. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അവനെ അനുസരിക്കുന്നവർക്ക് അവൻ ഡാഷ് നൽകും. ഇതിന്റെ ഉത്തരം മാത്രം നിങ്ങൾ എഴുതുക. രണ്ടാമത്തത് ഡാഷ് പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. ഇതിന് ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് ലഭിക്കുന്നത് 3 മാർക്കാണ്. 3 ബദറിൽ സംബന്ധിച്ച സഹാബികൾ ആരും തന്നെ ഡാഷിൽ കടക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ് ചേർന്നാൽ തന്നെ ഡാഷ്. രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഓരോന്നിന് 2 മാർക്ക് വീതമാണ്. ഒന്ന് നിറം, മണം എന്നിവ രണ്ടും കൂടിയോ രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ എന്താകുന്നതല്ല. 2 മദീനയിലെ ഒരു ജൂത ഗോത്രം ഏത്? 3 ബദൽ സ്വഹാബകളിൽ നിന്ന് എത്ര പേർ ഷഹീദായി? 4 ഒരു അക്ഷരത്തിന് കൂടിയാൽ എത്ര സിഫത്തുകൾ ഉണ്ടാകും? 5 അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ എന്ത് നൽകും? മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം നമുക്ക് ഉത്തരം എഴുതാം. ഓരോ ചോദ്യത്തിനും 5 മാർക്കാണ്. 1 തൗഹീദ് എന്നാൽ എന്ത്? 2 ഇസ്തിലാഹിന്റെ ഉദ്ദേശം എന്ത്? 3 ഇഖ്ലാസ് എന്നാൽ എന്ത്? 4 ഇബാദത്ത് എന്നാൽ എന്ത്? 5 തഹൂർ എന്നാൽ എന്ത്? 4 വ്യക്തമാക്കുക. ഓരോ ചോദ്യത്തിനും 7 മാർക്കാണ്. 1 ശിർക്ക് എന്നാൽ എന്ത്? 2 കൽക്കലത്തിന്റെ ഉദ്ദേശം. 3 ബദറിൽ സംബന്ധിച്ച സഹാബികളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? 4 ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ അതെല്ലാം. 5 മുത്തവസ്സിത്ത് എന്നാൽ എന്ത്? 5-ാമത്തെ ടൈപ്പ് ചോദ്യം അറബി വാചകങ്ങൾ അറബി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക. ഓരോന്നിനും 2 മാർക്കാണ്. ജലസ എന്തിന്റെ അറബി മലയാളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതാ? ജലസ, അബദ, ഖറജ, ജഅ. 6-ാമത്തെ അരീബ് അറബിയാക്കാം. ജീവിപ്പിച്ചു. അതിന്റെ അറബി ഏതാ? പറഞ്ഞു, നിർബന്ധമാകും, വായിക്കും. ഓരോന്നും 2.5 മാർക്കാണ്. എല്ലാവരും നന്നായി പരീക്ഷ എഴുതാം. എന്നിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് ഒരു സ്വയം പരിശോധന നടത്താം. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. എല്ലാ പരീക്ഷയിലും നല്ല മാർക്കോടുകൂടി വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.